നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് ലഭിക്കുന്ന 5 ലോൺ ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ്. നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഔട്ട്ഡോർ ആണ്. വേറൊന്നുമല്ല, അകത്ത് കുറച്ച് പണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുമല്ലോ. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് ലഭിക്കുന്ന 5 ലോൺ ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും പണത്തിന് ആവശ്യം വരുന്ന ആളുകളാണ്. നമ്മൾ പണത്തിന് ആവശ്യം വരുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് ലോൺ ഒരു കാരണവശാലും എടുക്കരുത് എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഈ ഡയലോഗൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഈ പറഞ്ഞ ആളുകൾ പോലും നമുക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ പണം തന്ന് സഹായിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ലോൺ എടുത്തേ മതിയാവുള്ളൂ. ലോൺ തന്നെ നമുക്ക് ആശ്രയമുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഓൺലൈൻ ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റാതെ പെട്ട് കിടക്കുന്നവരുണ്ട്. അതുപോലെ ഒരുപാട് പേര് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലോൺ എടുത്തിട്ട് അതും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതൊന്നും മിസ്യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ലോൺ എടുക്കാൻ പാടുള്ളൂ. അതാണ് എനിക്ക് നിങ്ങളോട് ലോൺ എടുക്കുന്നതിന് മുന്നേ പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോ ടാർഗറ്റ് ചെയ്യുന്നത് അധികം ഓൺലൈൻ ലോണുകൾ എടുത്ത് ശീലമില്ലാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻസും എനിക്ക് പൈസ തന്നിട്ടോ അല്ലാണ്ട് അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകാം. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നാമത്തെ മൊബൈൽ ലോൺ ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി. ക്രെഡിറ്റ് ബിയെ പറ്റി അറിയാത്ത ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല. കാരണം ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത് ഒരുപാട് ഫെമിലിയറാണ്, ഒരുപാട് ആളുകൾ എടുത്തിട്ടുള്ളതാണ്. എനിക്ക് ക്രെഡിറ്റ് ബി ഒന്നാമത് പറയാൻ കാരണം തോന്നിയത് വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആയാലും യൂസർ ഇൻ്റർഫേസസ് ആയാലും വളരെ ക്വിക്കായിട്ട് ഈസി ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ KYC പോലും അപ്ഡേറ്റ് ചെയ്യാതെയാണ് എനിക്ക് അവർ ഫണ്ട് തന്നത്. 12.5 തൊട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ എത്ര രൂപയുടെ ലോൺ എടുക്കുന്നു, എങ്ങനെയാണ് എൻ്റെ തിരിച്ചടവ് എന്നെ ആശ്രയിച്ചിരിക്കും പലിശ നിരക്ക് അവർ നിർണ്ണയിക്കുന്നത്. 50,000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത്. പിന്നീട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏത് മൊബൈൽ ലോൺ ആപ്ലിക്കേഷൻ ആയിക്കൊള്ളട്ടെ, അവർ പറയുന്ന ഒരു ക്രൈറ്റീരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ലോൺ ആപ്ലിക്കേഷൻസും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നുമില്ലെങ്കിൽ സാലറീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ജോലി ഇല്ലാത്ത ആളുകൾക്ക് എടുക്കണമെങ്കിൽ പോലും സെൽഫ് എംപ്ലോയിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും. അതിൽ വലിയ ഇതൊന്നുമില്ല. പക്ഷേ നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള ശേഷി ഉണ്ടോ എന്ന് നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യം നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ പാൻ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ലോൺ അവർ തരുന്നതായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് ബി എന്ന് പറയുന്നത് ഏറ്റവും യൂസ് ചെയ്യാൻ എളുപ്പവും അതുപോലെ ക്വിക്കായിട്ട് തന്നെ ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു മൊബൈൽ ലോൺ ആപ്ലിക്കേഷനാണ് മണിവ്യൂ എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം ഫെമിലിയറാണ്. ക്രെഡിറ്റ് ബിയെ അപേക്ഷിച്ച് മണിവ്യൂ അത്ര ഒരു സെറ്റപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ക്രെഡിറ്റ് വ്യൂവിൽ നിന്ന് മണിവ്യൂ വളരെ വ്യത്യസ്തമാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, മണിവ്യൂ ശരിക്കും പറഞ്ഞാൽ ഒരു ലോൺ ഹൗസാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. മണിവ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ലോൺ കിട്ടും, ഹോം ലോൺ കിട്ടും, അതുപോലെ പ്രോപ്പർട്ടി വെച്ചുള്ള ലോൺ കിട്ടും, ഗോൾഡ് നമുക്ക് വിൽക്കാനും മേടിക്കാനും പണയം വയ്ക്കാനും സാധിക്കും. അതുപോലുള്ള ഒരുപാട് ലോണുകളുടെ ഒരു ഹബ്ബായിട്ടാണ് മണിവ്യൂ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് മണിവ്യൂ എന്ന് പറയുന്നത്. 40,000 രൂപ തൊട്ട് 5 ലക്ഷം വരെ ലോൺ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മണിവ്യൂ. അതും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പണം ലഭിക്കും. അതുപോലെ തന്നെ തിരിച്ചടവ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതിൽ ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ഓട്ടോ ഡെബിറ്റ് ആക്ടിവേറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ സാലറീഡ് ആയിരിക്കണം, സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായെങ്കിൽ നമുക്ക് ലോൺ ലഭിക്കുകയുള്ളൂ. അതും ഇല്ലാത്ത പക്ഷം നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ടി വരും. ഇനി നമുക്ക് മൂന്നാമത്തെ ലോൺ ആപ്ലിക്കേഷനിലോട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്ന എല്ലാ ഫിനാൻഷ്യൽ ഇടപാടുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണിത്. പേടിഎമ്മിനെ പറ്റി ഒരുപാട് പേർക്കുള്ള തെറ്റിദ്ധാരണയാണ്. അത് ഗൂഗിൾ പേ പോലെ നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു ആപ്ലിക്കേഷനാണ് എന്നുള്ളത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അതല്ല. പേടിഎമ്മിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് പേടിഎമ്മിലുണ്ട്. അതിലൊന്നാണ് പേടിഎം ലോൺ കൊടുക്കുന്നു എന്നുള്ളത്. അതുപോലെ ഇതിന് പല മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തൊരു സംഭവമാണ്, പേടിഎം ഇ സ്റ്റോഴ്സ് വഴി നമ്മൾ സാധനങ്ങൾ മേടിച്ചാൽ പേ ലേറ്റർ വഴി അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റോഴ്സ് വഴി മേടിക്കുന്ന സാധനങ്ങൾ പേ ലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പേടിഎം തന്നെ പൈസ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നമുക്കത് EMI ആക്കാനും സാധിക്കും. അത് ഒന്നാമത്തെ ഒരു ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, പേടിഎം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാം എന്നുള്ളത് എനിക്കറിയത്തില്ല. 5 ലക്ഷം രൂപ വരെ പേടിഎം പേഴ്സണൽ ലോണായിട്ട് കൊടുക്കുന്നുണ്ട്.
പക്ഷേ എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല പേടിഎമ്മിൻ്റെ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. അതിൽ സാലറീഡ് ആയിരിക്കണം, അതുപോലെ മറ്റ് ക്രൈറ്റീരിയകളുണ്ട്. ഈ പറയുന്ന പേടിഎമ്മിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ലോൺ തരുന്ന ഒരു പേഴ്സണൽ ലോൺ പേടിഎം നൽകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുക. അതുപോലെ തന്നെ പേടിഎം ബിസിനസ് ലോൺസും കൊടുക്കുന്നുണ്ട്. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് പേടിഎം ഒരു ബിസിനസ് ലോൺ കൊടുക്കുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ വ്യവസായം എന്താണെന്നുള്ളത് ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനൊരു 3 ഓപ്ഷൻ പേടിഎമ്മിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നാലാമത് പറയുന്ന ഒരു മൊബൈൽ ലോൺ ആപ്ലിക്കേഷനാണ് മൊബിക്വിക്ക് എന്ന് പറയുന്നത്. ശരിക്കും പേടിഎം പോലെ തന്നെയാണ് മൊബിക്വിക്കിൻ്റെ യൂസും. ശരിക്കും നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൊബിക്വിക്ക് എന്ന് പറയുന്നത്. അതുപോലെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ മാറ്റുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൊബിക്വിക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഈ മൊബിക്വിക്കും നമുക്ക് പേഴ്സണൽ ലോൺ തരുന്നുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കത്തില്ല മൊബിക്വിക്ക് എന്ന് പറയുന്നത്. കാരണം ഞാൻ മൊബിക്വിക്കിൽ നിന്ന് 2 ലക്ഷം രൂപ ലോണായിട്ട് എടുത്ത ആളാണ്. ദോഷം പറയരുതല്ലോ, പലിശയുടെ കാര്യത്തിൽ അവർ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അത് കഴുത്തറപ്പം പലിശയാണ് അവർ വെക്കുന്നത്. ഞാൻ മൊബിക്വിക്കിൽ നിന്ന് 21 മാസത്തേക്ക് 2 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. എന്നാൽ അതിൻ്റെ മൊത്തം പലിശ ഇനത്തിൽ അവർ മേടിക്കുന്നത് 59,000 രൂപയാണ്. ഇതിൻ്റെ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 29.99% ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ പലിശ എന്ന്. അപ്പോൾ യാതൊരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ മൊബിക്വിക്കിൽ നിന്ന് ലോൺ എടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്ത 5ാമതായിട്ട് ഞാൻ പറയുന്ന ഒരു മൊബൈൽ ലോൺ ആപ്ലിക്കേഷനാണ് മണി ടാപ്പ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 3,000 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ശരിക്കും ഈ മണി ടാപ്പ് എന്ന് പറയുന്നത്. 36 മാസം വരെ റീപേയ്മെൻറ്റ് ഓപ്ഷനുള്ള ഒരു ക്വിക്കായിട്ട് ലോൺ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മണി ടാപ്പ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ലോൺ ആപ്ലിക്കേഷൻ പോലെ തന്നെ സാലറീഡ് ആയിരിക്കണം, സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ ലഭിക്കുകയുള്ളൂ. മിനിമൽ ഡോക്യുമെൻറ്റേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഏത് ലോൺ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് എടുത്തോട്ടെ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് എടുത്തോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു 12 മാസത്തിന് അല്ലെങ്കിൽ ഒരു 24 മാസത്തിന് നിങ്ങളൊരു ലോൺ നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ നിങ്ങൾ പലിശ കൊടുക്കേണ്ടി വരും എന്നുള്ളത് നോക്കുക. ചില ആപ്ലിക്കേഷൻസിൽ ഇത് വളരെ കുറവായിരിക്കും, ചില ആപ്ലിക്കേഷൻസിൽ ഇത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഒരുപാടുണ്ട്. ഇതിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3ഉം ഉണ്ടാവും. ഞാനെല്ലാം ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തുകയുള്ളൂ. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ എങ്ങനെയുണ്ട്, അത് ഈസി ആണോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ.